പാർട്ടി നയവും പാർട്ടി പരിപാടിയും ഭരണഘടന അനുസരിച്ച് സംസാരിക്കുന്നത്. അത് മറന്നുപോയ ആൾക്കാർക്ക് അതാണ്, അവർ മറന്നതാണ് പാർട്ടി എന്ന് അവർ ധരിക്കുന്നു. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നു, പാർട്ടി നയം, പോളിസി, പാർട്ടി പ്രോഗ്രാം, പാർട്ടി ഭരണഘടന, പാർട്ടിയുടെ രാഷ്ട്രീയ നയം, അടവ് നയം, ഇതനുസരിച്ച് അതിൽ പറയുന്ന പാർട്ടി സഖാക്കൾക്ക് സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾ അത് പറയുന്നുണ്ട്. കുറ്റങ്ങൾ, പോരായ്മകൾ, ആ പോരായ്മകൾ ഇപ്പോഴും അവശേഷിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രേഖകളിലുള്ള കാര്യം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ കുറ്റക്കാർ പലരും കുറ്റക്കാരായി തുടരുകയും പുതിയ കുറ്റക്കാർ വരികയും ചെയ്തു. അത് പാർട്ടിക്ക് ദോഷമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പേരെടുത്ത് ഇന്നലെ പറഞ്ഞത് അത്ര വൃത്തികെട്ട തരത്തിൽ സംസാരിച്ചുകൊണ്ട് മാത്രമാണ്. ഇത് ഇയാളാണ് അജേഷ്, എഴുതി സെക്രട്ടറിയാന്ന് പറഞ്ഞാൽ എന്ത് എൽസി ഉണ്ടാക്കാനാണ് അവിടെ, എന്നെ ചെയ്ത് പറഞ്ഞിട്ട് എന്തുണ്ടാക്കാനാണ് ആരംഗീകരിക്കുന്നത്? ഇവരെന്താ ധരിച്ചിരിക്കുന്നത്? അങ്ങനെ എത്ര ആളുകൾ SRP മുതൽ അല്ലെങ്കിൽ AK ബാലൻ വരെയുള്ള ആളുകൾക്ക് പാർട്ടിയിൽ ഒഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അത്യാവശ്യം ഒരു പരിഗണനയും ഒക്കെ നൽകുന്നുണ്ട്. ഈ ആലപ്പുഴ ജില്ലയിൽ മാത്രം അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലാ നേതൃത്വം മാത്രം എന്താണ് സാറിനോട് ഇത്രയും ഒരു മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഒഴിവാക്കുന്ന രീതിയിൽ പെരുമാറുന്നത്? എനിക്കറിയില്ല. എന്നെ ഒരു പരിപാടി അല്ല, അത് ചേർന്ന് പോകണമെന്ന് പറയുന്നുള്ളൂ. അത് അതിൻ്റെ അസംഘടനാപരമായ വശക്കേട് ഞാൻ പറഞ്ഞു. ചേർന്നല്ല പോകേണ്ടത്, പാർട്ടിക്കകത്താണ്. അദ്ദേഹം പാർട്ടിക്കകത്താണെങ്കിലും ചേർന്ന് പോകുന്നതായിട്ടാണ് പുള്ളിക്ക് തോന്നുന്നത്. പാർട്ടിക്കകത്താണെന്നും അതിൻ്റെ സമന്വയ നേതാവാണെന്നും അദ്ദേഹത്തിന് ഓർമ്മ കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേർന്ന് പോകുകയെന്ന് അത് എന്നോട് പദം പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ അടവും തന്ത്രങ്ങളുടെ ക്ലാസ് അയച്ചതേനും എടുത്തിട്ടുള്ളതാണ്. അധികം സംസാരിക്കുന്നില്ല. തീർച്ചിരിക്കാൻ പറയുന്ന സത്യമല്ലേ? ആലപ്പുഴ പാർട്ടിയിൽ സഹിച്ചറിയാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, നാസർ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, ഞാനിവിടെ സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ, എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയല്ലേ പാർട്ടിയുടെ. ഇവിടെയൊക്കെ പൊന്നുപോലല്ലേ കാത്തു സൂക്ഷിച്ചത്. എന്നും പ്രയാസം ഉണ്ടായിരുന്നു. സജിക്കെതിരെ വലിയൊരു സെറ്റുണ്ടായിരുന്നു അവിടെ. സജി അടിക്കുകയും വെട്ടുകയും കുത്തിയൊക്കെ ചെയ്ത് ഓർമ്മയില്ലേ? കാട്ടിലിട്ട് ഓർമ്മയില്ലേ? ഏതോ വീട്ടിലെന്തോ യോഗത്തിന് പോയെന്നും പറഞ്ഞ് കുറച്ച് ആളുകൾ പാർട്ടിക്കാർ നിന്ന് സംഘടിച്ച് അടിക്കുകയും വെട്ടുകയും കുത്തിയൊക്കെ ചെയ്തു. അവർ അവിടെ കിടന്നുകൊണ്ട് എന്നെയാണ് വിളിച്ചത്. രാത്രിയിൽ പാതിരാത്രിക്ക് എന്നെ വിളിക്കുകയാണ്, സ്വാരസ്വാമ്യകുമാർ എന്നെ കൊല്ലും. അത് ഞാൻ പറഞ്ഞു അത് മരുന്നൊക്കെ വെച്ചിട്ട് രാവിലെ ആ ഷർട്ടോടുകൂടി ഇനി വരാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും. അവിടെ വന്നു. നേരം എടുത്തിട്ടില്ല, 3 മണിക്കോട്ടാണ്. അവിടെ കട്ടിലേ കിടന്നു. ഉടനെ രാത്രി കട്ടൻ കാപ്പി വാങ്ങിച്ചു കൊടുത്തു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സുമായിട്ട് തന്നെ പോയി പിണറായി കാണാൻ പറഞ്ഞു. 4 മണിക്ക് പോയി 6:30 മണിക്ക് അവിടെ എത്തി. പിണറായിയെ കണ്ടു. ഈ ഡ്രസ്സോട് നടപടി എടുത്തു. ഞാൻ ചെയ്തതാണ്. എനിക്കറിയില്ല, നിങ്ങൾ കണ്ടുപിടിക്കണം. എൻ്റെ ജോലിയല്ല ഇതെല്ലാം, എൻ്റെ ജോലിയല്ല. നിങ്ങൾക്ക് കുറേ ജോലിയില്ലേ? ഇതെല്ലാം എന്നെ കൊണ്ടെന്താണ് പറയിപ്പിക്കുന്നത്? ഇത്രയും ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പരിധി വിടാതെ പറയേണ്ടത്, പരിധി വിടാതെ പറയുന്നത് എനിക്കറിയാതെ. ഞാൻ എത്രായിരം പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു ഈ 62 വർഷം. അത്ര ആരും നടത്തിയില്ല. സഭയ്ക്കാരൻ പോലെ നടത്തും, ആൾ വരും. അതന്നെ നിങ്ങൾ എല്ലാ ദിവസവും വരിക. എല്ലാ ദിവസവും വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് വേറെ കാര്യം.